യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പുതിയ കോളേജിൽ ആദ്യത്തെ പരിപാടിയല്ല, ഒരു സെക്കൻഡ് പരിപാടിയാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് കുറച്ചുകൂടി ആക്റ്റീവ് ആവുന്ന ഒരു ഫസ്റ്റ് പരിപാടിയാണ് ഓണം. അപ്പോൾ ഇന്ന് നല്ല ഒരുങ്ങിയിട്ടൊക്കെ പോകണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വോൾ വ്ളോഗാണ് കേട്ടോ. ആ പുതിയ കോളേജിലത്തെ ഓണം എങ്ങനെയാണ്, നമ്മുടെ ഓവറോൾ ലുക്ക്. ഇന്നൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ബട്ട് ഓൺലി 2 days കൊണ്ട് എന്നൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചൊരു സാധനം പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണിത്. വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാം. ആക്ച്വലി ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7:50 ആയി ടൈം. ഇനി ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് പിന്നെ ഞാനിപ്പോൾ PG റൂമിലാണുള്ളത്. ഇവിടെ ഒരു കുട്ടി കൂടി ഉണ്ട്. അപ്പോൾ അവളും കൂടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ 9 മണിക്ക് പരിപാടി തുടങ്ങുന്നതാണ് പറഞ്ഞത്. പക്ഷേ 9 മണിക്ക് നിന്ന് തുടങ്ങാനൊന്നും ചാൻസ് ഇല്ല. എന്തായാലും നമുക്ക് വേഗം റെഡിയാവാം. എങ്ങനെയാണ് ഇവിടെ തോന്നണമെന്നൊക്കെ എഴുതുന്നുണ്ടോ? അപ്പോൾ വീഡിയോയിലേക്ക് എടുക്കാം. ആദ്യം തന്നെ നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഗ്രീൻ പീസ്. അപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് കറിക്ക് വേണ്ടി ഉള്ളിക്ക റെഡിയാക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ജസ്റ്റ് ഒരു പത്തിരി കറി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ റെഡി ആവുന്നത്. ഇത് ഞാൻ സാരി ഡ്രാപ്പ് ചെയ്ത് കൊടുത്താണ് നമ്മുടെ റൂംമേറ്റിന്. ആൻഡ് ഞാൻ ലെൻസ് വെച്ചെടുത്ത്, അതാണ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ലെൻസ് വെച്ച പാടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ട്രാപ്പിംഗ് ഇത്രത്തോളം പെർഫെക്ഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മേക്കപ്പിലേക്ക് കടന്നു. എൻ്റെ പരിപാടി 9 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഇപ്പം 8:15 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 9 മണിക്കൊന്നും തുടങ്ങില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാനിപ്പോൾ വിളിക്കാനിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ ഇടണം. മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഉണങ്ങട്ടെ, ബുദ്ധി തുടങ്ങി കൈയൊക്കെ ഉണ്ടായി. പ്രൈമർ നല്ലോണം വാരി തേക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക, ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ എടുത്തേക്ക് മേക്കപ്പ് ചെയ്യുന്നത്. ഇനി എൻ്റെ സ്കിൻ ടോണിൻ്റെ പ്രശ്നമാണ്, ഞാൻ യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ പ്രശ്നമാണോ എനിക്കറിഞ്ഞൂടാ. ഞാൻ എവിടെ എത്തേണ്ടതെന്ന് വെച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ മുഖത്തൊന്നും കാണാനില്ല. ഇങ്ങനത്തെ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും കമ്മി അറിയിക്കുക, എന്തെങ്കിലും പ്രതിവിധി അറിയെങ്കിലും അതും അറിയിക്കട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമാക്കിയ പോലെ ഞാൻ പ്രൈമർ തേക്കലുണ്ട്. ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുള്ളതൊക്കെ അത്യാവശ്യം കുറച്ചുകൂടി ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ടൊരു കൂടുതൽ എടുത്തുകൊണ്ടാണോ എന്നറിയില്ല. ഭയങ്കര വെള്ളം. ഇതൊക്കെ സെറ്റ് ആവാത്തിരുന്ന സെറ്റിംഗ് സ്പ്രേ അടിച്ചാൽ ഫൗണ്ടേഷൻ ഇടാം. ഇടില്ലേ, ഇത് കൺസീലർ ആട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് മയക്കാൻ നോക്കി, പക്ഷേ ഇതൊന്നും പോകുന്നില്ല. പക്ഷെ ഇവിടെ ഉള്ളൊരു കുരുവന്ന് പോയ ഇതൊക്കെ ഏകദേശം പോകുന്നുണ്ട്. ബാക്കി റെഡി ആവുന്നതിന് മുമ്പ് ഒന്ന് വേഗം പോയി ചായ കുടിച്ചാലോ എന്നിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഗ്രീൻ പീസ് കറിയും പത്തിരിയും എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. വെച്ചിട്ട് കൊടുക്കാം. പേരിന് ലിബാമപ്പോൾ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. ചെയ്തിട്ട് ബാക്കി നോക്കാം. ഇതാണ് എൻ്റെ ഓൾമോസ്റ്റ് ഒരു ലുക്ക് വരുന്നത്. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈല് ഫ്രീ ഹെയർ ആക്കിയിടണോ കെട്ടണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതാണ് കേട്ടോ. ഇത് എല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര ഒരു കൺഫ്യൂഷനായിരുന്നു ആ ടൈമിൽ. അവസാനം ഞാനിങ്ങനെ കെട്ടി വെച്ച് പോകാൻ വിചാരിച്ച് കൊണ്ടയില്ലാണ്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ മുല്ലപ്പൂവാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ച് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ പിന്നെ നേരെ പോവാന്നുള്ളൊരു പുറപ്പാട്ടിലേക്കായിട്ടോ. എൻ്റെ ഫുൾ ലുക്ക് എനിക്കെന്നെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫ്രണ്ട്സിനോടൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് കാണാൻ. അപ്പോൾ ഞങ്ങൾ കോളേജിലെത്തിയിട്ടുണ്ട്. അവർ എൻട്രി ആണ് 3rd ഡേയ്സിൻ്റെ. ഞാൻ അവർക്ക് മാച്ചായി കോഡിൽ റെഡായിപ്പോയി.
പിന്നെ ഞങ്ങൾ ബാക്കി ഫ്രണ്ട്സൊക്കെ വരാനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. പിന്നെ ഞങ്ങളുടെ കോളേജിലിട്ടൊരു പൂക്കളാണിത്. ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം ഓരോ ക്ലാസ്സും പൂക്കളം ഇടുമായിരുന്നു. ഇത് കോളേജ് ഒന്നായിട്ട് ഒറ്റ പൂക്കളാണ് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവരും എത്തി. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് ഞങ്ങളത്. ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഒപ്പിച്ചൊരു പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് തലേദിവസം ആൻഡ് ഈ പരിപാടീൻ്റെ അന്നും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് ഒരുമിച്ചൊരു പ്രാക്ടീസ് കേട്ടോ. പിന്നെ നേരെ പരിപാടികളിലേക്ക് കടന്നു. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനിരുന്നു. ഇത് ഓരോന്ന് വിളമ്പിക്കൊണ്ട് ഇരിക്കുമ്പോഴുള്ള ഒരു വ്ളോഗാട്ടോ. ഫുൾ ഐറ്റംസ് ഒന്നും വിളമ്പിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മൾ നേരെ അത് കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ പരിപാടി ഉണ്ടായിരുന്നത് കേട്ടോ. വീണു അടക്കി നേട്ടും മനസ്സിൽ നിനക്കി